വീഡിയോ എടുത്തോണേ. നമ്മൾ ഇതാണ് കാണിച്ചു തരാൻ പോകുന്നത്. സന്ദേശ സീനാണ്. പക്ഷേ എവിടെ പോയാലും അവിടെ ഒരു മാർക്ക് ചേട്ടനായിട്ട് കമ്പനി അവിടെ പൊടിയൊക്കെ അടിക്കാൻ വേണ്ടി സൈഡിൽ മാസ്ക് വെച്ചിട്ടുണ്ട്. കൊടി മാസ് കൂടിയാടാ നമ്മളിതാ 900 കണ്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇങ്ങോട്ട് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇട്ട് 2 കുണ്ട് പൊട്ടിക്കണം. ക്രിസ്മസ് ഒക്കെ അല്ലേ, പിന്നെ 2 വേണ്ട, ഒന്നും വേണ്ട. കുഞ്ഞു കുട്ടി എടാ, കൊച്ചിനെ കാണത്തില്ലടാ. സന്ദേശം കിടന്ന് ടാറ്റ കാണിക്കുന്ന കൊച്ചിന്. കൊച്ചു ഓഫ് റോഡ് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നുണ്ട്. സന്ദേശത്തിന് കൊച്ചിനെ കാണാൻ അപ്പുറത്തെ ജീപ്പ് വരെ പഴങ്ങി മങ്കിനെ നോക്ക്. നമ്മളിവിടെ എത്തി. ഭയങ്കര പൊടിയായിരുന്നു അത് വരുന്ന വഴിക്കുള്ള. നമ്മളിവിടെ എത്തി. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പം ഇവിടെ തിരക്ക് കുറഞ്ഞു തോന്നുന്നു, വൈകുന്നേരമായില്ലേ. ഇപ്പോൾ 2 സ്ഥലമുണ്ട്. താഴെ ചെറിയ ഗ്ലാസ് ബ്രിഡ്ജുണ്ട്, വലിയ ഗ്ലാസ് ബ്രിഡ്ജുണ്ട്. അപ്പോൾ നമ്മൾ വലുതിലേക്ക് വന്നേക്കുന്നത്. കാരണം കുറച്ചുകൂടെ ഓഫ് റോഡ് ചെയ്യാമല്ലോ നോക്കും. താഴെ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ അഡീഷണൽ ഉണ്ട്. ഇവിടെ ആകുമ്പോൾ അതൊന്നുമില്ല, ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുടെയും പിന്നെ പോയവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ജീപ്പൊക്കെ കിടക്കണേ. നല്ല ടൈമിങ്ങാണ് നമ്മൾ വന്നത്. ഈ 5 മണി 5:30 ആയിപ്പം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലാസ് പിടിച്ച് കാണാൻ വേണ്ടി പോവാം. അവിടെ ഇപ്പം ലൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം പെട്ടെന്ന് പോകാൻ പറഞ്ഞു. കുറച്ച് നടക്കാനുണ്ട്, നടന്നുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ കുറച്ചൊക്കെ നമുക്ക് ഒരു 4-5 എണ്ണം ഉണ്ട്. അതൊക്കെ നമുക്ക് ഫ്രീ ആണ്. അതിൻ്റെ കൂടെ ടിക്കറ്റിനോട് കിട്ടും. അല്ലാത്തതിന് അഡീഷണൽ ചാർജ് ഉണ്ട്. നല്ല കയറ്റമുണ്ട്, പക്ഷേ കുഴപ്പമില്ല. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല കൊള്ളാം. ഇതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. നല്ല കിടിലൻ വ്യൂ എന്തായാലും. നല്ല തണുത്ത കാറ്റുണ്ട്. ഇപ്പോൾ തിരക്ക് കുറവാട്ടോ ഈ ടൈമിൽ. അവിടെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. എന്നാലും നമ്മൾ അങ്ങോട്ട് പോവാം. ഷൂസും ചെരുപ്പൊക്കെ ഊരിടണം. എന്നിട്ടേ കയറത്തുള്ളൂ. അത് ഗ്ലാസ്സിന് വല്ല പ്രശ്നം വരുന്നുണ്ടൊക്കെ ആയിരിക്കും. കണ്ട കിടിലൻ വ്യൂ ആണ്. ആക്ച്വലി സംഭവം കൊള്ളാം കേട്ടോ. അത് ലെങ്ത് ഉണ്ട്. പിന്നെ അത്യാവശ്യം പേടി അങ്ങനൊന്നുമില്ല. നല്ല കിടിലം വ്യൂ. അത്
വ്യൂ രക്ഷയില്ല. നല്ല ടൈമിങ് ഞങ്ങൾ വന്നത്, തിരക്കും കുറവാണ്, നല്ല തണുത്ത കാറ്റുണ്ട്. വാവ്. പേടിയായിട്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നല്ല നല്ല വ്യൂ ഉണ്ട്. അതുപോലെ ക്ലൈമറ്റും അല്ലാതെ ഈ ക്ലാസ് പിടിച്ചാൽ കയറുമ്പോൾ താഴെ പോകുന്ന പേടി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. സൂപ്പറാ. ഇപ്പം ഒരു മനുഷ്യനും ഇതുണ്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഒരു ചേട്ടനുണ്ട് നമ്മൾ ആൾക്കാരൊക്കെ നോക്കാൻ, അവർക്ക് വരും, നമ്മൾ ഇറക്കി വിടും. പക്ഷേ ഇപ്പോൾ നല്ല കറക്റ്റ് ടൈമിങ് ചെയ്തു, ഒരു തിരക്കില്ല, ഒരു സുഖമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി ഇറങ്ങി നമ്മൾ ശരിക്കും പറഞ്ഞാൽ തിരക്ക് ആൾക്കാർ വരുന്നേ ഉള്ളായിരുന്നു. നമ്മളൊന്നും ആരും ഇല്ലായിരുന്നു ഭാഗ്യത്തിന്. ഒരു വണ്ടി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര തിരക്ക്. നമ്മൾ കറക്റ്റ് ടൈമിൽ പോയി സുഖമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു പോയി. നൈസായിരുന്നു. ഇരങ്ങണ്ടി ആൾക്കാർ അവർക്ക് ഭയങ്കര റേറ്റ് നിർത്തും. നമുക്ക് എത്ര രൂപയാടാ ശരിക്കും? 250 ഒരാൾക്ക്. അപ്പം ഈ ഗ്ലാസ് ബ്രിഡ്ജെല്ലാം ഇൻക്ലൂഡാണ്. സാധാരണ പറയുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജിന് 500 രൂപയെന്നൊക്കെ പറയുന്നത്. നമ്മളങ്ങനെ വിചാരിച്ച് കയറണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവർ പറഞ്ഞു ഇത് പാക്കേജ് ആയിട്ടാ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അത് ഗ്രൂപ്പായിട്ടൊക്കെ കയറുകയാണെങ്കിൽ ഭയങ്കര ലാഭമായിരിക്കും. അങ്ങനെ പൈസ ആരും പിടിക്കുന്നു വേണ്ട. അതെ, പൈസ കൊണ്ടുവരണം. അവിടെ റേഞ്ച് ഒന്നുമില്ല, അതുകൊണ്ട് ലിക്വിഡ് മണി മസ്റ്റാണ്. ഒരു സിമ്മിന് റേഞ്ച് ഇപ്പം ഞങ്ങളുടെ 6 കയ്യിലും ഒന്നിനും സിഗ്നലില്ല. ഭാഗ്യത്തിന് നമ്മുടെ ഒരാളുടെ മാത്രം ഉണ്ടായിരുന്നു, നമ്മുടെ ബാങ്കുകാരൻ്റെ കയ്യിൽ. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇവിടെ നല്ല വ്യൂ ഉണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റും. ലൈറ്റ് കുറച്ച് കുറഞ്ഞു കുറച്ചിപ്പോൾ, പക്ഷെ വ്യൂ അന്യായമാണ്. കൊള്ളാട്ടോ, അടിപൊളി. തൊള്ളായിരം വരുന്ന ആരും നിരാശപ്പെടണടാ. നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വന്നതിൽ ഏറ്റവും വാർത്തയായിട്ട് തോന്നി. 900 കണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു സ്ഥലം കേരളത്തിൽ ഉണ്ടോടാ? എന്റെ അറിവിലില്ല. അവനെ ഒന്ന് കാണിച്ചേ, അറിവ് സന്തോഷേ. നമ്മുടെ വ്ളോഗാണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. ഇങ്ങോട്ട് നോക്ക്. എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ? വേറെ ലെവലാ അല്ലേ? പൊളിയല്ലേ? ഇഷ്ടപ്പെട്ടോ നിനക്ക്? പിന്നെ പിന്നെ രക്ഷയില്ല. അനന്തകൃഷ്ണൻ നോക്കുന്നു, അവന് പറയാൻ അവസരം കൊടുക്കൂ. എന്താണ് പറയണ്ടേ? സിമ്പിൾ. നമുക്കൊരു ഔട്ട്ഫിറ്റ് കോസ്റ്റിന്റെ ഒരാളുടെ എടുക്കാം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സൂപ്പറായിരുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇന്നലെ നോക്കി ഇറങ്ങില്ല വീഡിയോ. ഇന്നലെ സംഭവം എന്താ വെച്ചാൽ, ഇന്നലെ നമ്മുടെ തിരുനെല്ലി പോയിരുന്നു. അപ്പോൾ തിരുനെല്ലി പോയി, അത് കഴിഞ്ഞിട്ട് അവിടെ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ റൂമിൽ പോയി, പിന്നെ അവിടെ കുറേ അടിച്ചുപൊളി പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അടുത്ത് തന്നെ. അപ്പോൾ ഞാനും ശ്രീജിത്ത് സന്ദേശം കൊണ്ട് അതിന് പോയി. ഇവന്മാർ ഒരു കേവ് ഉണ്ട്, കേവിൻ്റെ വണ്ടർ കേവ് ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടെ പോയി. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. അവന്മാർ ഫോട്ടോസൊക്കെ കാണി, നല്ലൊരു ഓഫ് റോഡും നല്ലൊരു ട്രക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ നമുക്ക് മിസ്സായി, നമ്മുടെ കാര്യം കല്യാണത്തിന് പോയി, ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ തൊള്ളരങ്ങാട്ടിലേക്ക് വന്നു. ഇനി നമ്മൾ നാളെ തിരിച്ച് റിട്ടേണാണ്. താഴെത്തി ഭാഗ്യം. തിരിഞ്ഞ് റിട്ടേണാണ് നാളെ രാവിലെ ഇറങ്ങും. വൈകുന്നേരം പോയിട്ട് പരിപാടിയൊന്നുമില്ല, പൂളിലൊക്കെ ഇറങ്ങി. ഇന്നലെ പൂളിലൊക്കെ ചാടിയിരുന്നു. പൂളിലൊക്കെ ചാടി ഷട്ടിൽ കളിച്ച് കുറച്ച് നേരം, അതൊക്കെ ഉള്ളു. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നാളെ രാവിലെ റിട്ടേൺ. ഇതിൻ്റെ മണ്ടയ്ക്കാണ് നമ്മളിപ്പോൾ കയറിയത്. ഒരു ഹൈറ്റ് സൂപ്പറായി, നല്ല വ്യൂ ഉണ്ടായിരുന്നു. പെട്ടെന്ന് പോകണം. നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, ക്രിക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ലൈറ്റ് വന്നതിനും അതും കൂടെ ചെയ്യാൻ നമ്മൾ പറയുന്നത്. അപ്പോൾ പിന്നെ ഇരുന്ന എങ്ങനെയാ വന്നേ? സൂപ്പറായിരുന്നു കേട്ടോ 900 കണ്ടി. എനിവേ ജീപ്പ് വരുന്നുണ്ടല്ലോ, ദൈവമേ ഇങ്ങോട്ട്. ചിക്കന്മാരെല്ലാം ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം ഫ്രീ ആണല്ലോ. അപ്പം ഫ്രീ ആയിട്ട് എത്ര എണ്ണം കളിക്കാൻ എനിക്ക് തോന്നുന്നു. നോക്കട്ടെ. ക്രിക്കറ്റ് നെറ്റ് പിച്ച് നമ്മൾ ഇൻക്ലൂഡാണ് പാക്കേജിൽ. നമ്മൾ ടിക്കറ്റ് നോക്കിയിട്ട് പോകണം ഇവിടെ എന്തൊക്കെയോ. ലൈറ്റൊക്കെ പോയി. ഇനിയിപ്പം പോയി കഴിഞ്ഞാൽ വ്യൂ കുറയും, ലൈറ്റൊക്കെ കുറയും, ഫോട്ടോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും.
കിങ്കൻ. ഓ സന്ദേശിന് വട്ടളൊക്കെ നിൽക്കുക. അപ്പൊ കിട്ടുന്നതൊക്കെ അടിച്ച് പറയുക, കിട്ടുന്ന ബോളൊക്കെ. പക്ഷെ എന്നാൽ പ്രജിത്ത് വിട്ടു. അടുത്തത് നമ്മുടെ സ്വന്തം ഡാറ്റ അനലിസ്റ്റ്. അടുത്ത ഗോവിന്ദ്. നേരെ ആക്ച്വലി തിരക്കൊക്കെ ഭയങ്കരമായി. എല്ലാവരും പോകുമ്പോൾ തുടങ്ങും. ഇപ്പം നമ്മളും പോകാൻ തുടങ്ങിയാണ്. ഇനിയിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇരുട്ടായി, ലൈറ്റൊക്കെ പോയി.